ഇവിടെ എല്ലാവരും വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ വികസനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വികസനത്തിന് ദീർഘവീക്ഷണം വേണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് വികസനത്തെ സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ ചർച്ചയിൽ വരികയുണ്ടായി. ഇന്ന് ഇടത് വലത് പക്ഷങ്ങൾ വികസനത്തെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കിനാലൂരിൽ നടന്ന സമരം ശരിയും എക്സ്പ്രസ് വേ വിരുദ്ധ സമരം തെറ്റുമായി തീരുന്നത്. കിനാലൂരിൽ നടന്ന സമരവും ശരിയും എക്സ്പ്രസ് വേ വിരുദ്ധ സമരം തെറ്റുമായി തീരുന്നത്. കിനാലൂരിൽ എന്താണ് നടന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ എക്സ്പ്രസ് വേയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എക്സ്പ്രസ് വേ വിരുദ്ധ സമരത്തെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പ്രസ് വേ വിരുദ്ധ സമരത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചയല്ല. എന്നാലും ഞാൻ പറയുന്നു, എക്സ്പ്രസ് വേ വിരുദ്ധ സമരത്തിൻ്റെ ഉത്തരവാദിത്വം, എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ആ പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി നിർത്തലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം സോളിഡാരിറ്റി ഏറ്റെടുക്കുന്നു. ഏതൊരു കാലഘട്ടത്തിലും എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ സമരം ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ സോളിഡാരിറ്റിക്ക് കഴിയും എന്നുള്ളതാണ്. അത് 507 കിലോമീറ്റർ നീളത്തിൽ 100 മീറ്റർ വീതിയിൽ 7.5 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ആ റോഡ് എല്ലാവർക്കും വേഗതയിൽ പോകാനുള്ള റോഡായിരുന്നില്ല. 100 സാധാരണക്കാരൻ്റെ റോഡുകളെ അടച്ചു കളയുന്ന റോഡായിരുന്നു. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ട് മുമ്പിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇതിനെതിരെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ഞങ്ങളുടെ പ്രക്ഷോഭജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച് തൃശ്ശൂരിൽ സംഗമിച്ചപ്പോഴേക്കും മാർക്കിടാൻ വേണ്ടി വന്നവരെ പിടിച്ച് തെങ്ങിൽ കെട്ടിയത് സാധാരണക്കാരനായ പൂവാട്ടുപറമ്പിലെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. കാരണം അവർക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു, ഞങ്ങൾ ഈ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ രേഖകൾ വെച്ച് മുമ്പിൽ വെച്ച് സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ 2-3 മാസം കൊണ്ട് ആ രേഖ പിന്നീട് അപ്രത്യക്ഷമായി സൈറ്റിൽ നിന്ന് കാണാതാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ റോഡ് ചെറിയ ചെറിയ അരുവുകൾ ഇല്ലാതാക്കുന്നതായിരുന്നു. അതേപോലെ 500 മീറ്റർ വീതി എവിടെ ആകെ കൂടി തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും 18 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 18 ക്രോസ് ചെയ്യാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകെ അനുവദിച്ചത് 18 വഴികൾ മാത്രമായിരുന്നു. ഇങ്ങനെ ആ റോഡ്, അതേപോലെ കേരളത്തിൽ എവിടെയാണ് റോഡ്, എൻ്റെ സഹോദരൻ കോയ സൂചിപ്പിച്ചതുപോലെ ഒരു വികസന സംരംഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥന് എഴുതി കൊടുക്കുന്ന ഒരു കാര്യവുമായിട്ടല്ല മന്ത്രിമാർ ഓരോന്ന് പ്രഖ്യാപിക്കേണ്ടത്. ഒന്ന് പഠിക്കാനൊക്കെ നോക്കണം. എന്തായിരുന്നു എക്സ്പ്രസ് വേ സംഭവിച്ചു പോയത്? ഒരു പഠനവും നടന്നിട്ടില്ലായിരുന്നു. കേരളത്തിൽ ഏറ്റവും അധികം റോഡ് എവിടെയാണ് വേണ്ടത്? പഠനം നടന്നില്ല. കേരളത്തിൽ ഏത് ഭാഗത്തിലൂടെയാണ് ഏറ്റവും അധികം ചരക്ക് വാഹനങ്ങൾ പോകേണ്ടത്? പഠനം നടന്നില്ല. അവസാനം ഓരോരുത്തർ വിളിച്ചു പറയുന്നു, നമുക്ക് പെട്ടെന്ന് തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തണമെങ്കിൽ, ഒരു ചികിത്സ കിട്ടണമെങ്കിൽ എക്സ്പ്രസ് വേ വേണ്ടേ എന്ന്. എന്നിട്ട് എവിടുന്നാണ് ചോദിക്കുന്നത്? കൊണ്ടോട്ടിയിൽ നിന്ന് പുളിക്കൽ വന്നാൽ കയറാം, പക്ഷേ മാണിയമ്പലത്തുള്ള എനിക്ക് കയറണമെങ്കിൽ എവിടെ എത്തണം? അപ്പോഴും എനിക്കും എത്തേണ്ടത് പുളിക്കൽ തന്നെയാണ്. കാരണം പുളിക്കലാണ് ഒരു എൻട്രൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് അടുത്ത എൻട്രൻസ് വേറൊരു സ്ഥലത്താണുള്ളത്. ഇങ്ങനെയുള്ള റോട്ടിലൂടെ തിരുവനന്തപുരത്ത് എത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നമുക്ക് ലഭിക്കുന്ന ചികിത്സാ സൗകര്യം എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് സംഘടിപ്പിച്ചുകൂടുക എന്ന ചോദ്യം ചോദിക്കാൻ പക്ഷേ ആർക്കും വന്ന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ഉണ്ടാക്കുകയായിരുന്നു. ബാലേട്ടൻ തന്നെ സൂചിപ്പിച്ചല്ലോ, റോഡ് വന്നപ്പോൾ അയാൾ അനുവദിച്ചില്ല, അപ്പുറത്തുള്ള ആൾ അനുവദിച്ചു. അതുകൊണ്ട് അവിടെ റോഡിന് സ്ഥലത്തിന് നന്നായിട്ട് വില കൂടി. അതിനെ നമ്മൾ ഉയർത്തുന്ന പ്രശ്നം, സ്ഥലത്തിന് നന്നായിട്ട് വില കൂടി. ഇവിടെ 4 വരി പാത വന്നാൽ ഇതിൻ്റെ അടുത്ത് ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപക്ക് വിൽക്കാം. പാവപ്പെട്ടവരിൽ നിന്ന് 1000 രൂപക്കും 2000 രൂപക്കൊക്കെ സെൻറ്റ് വാങ്ങി വെച്ചത് ഈ 4 വരി പാത വരുന്നത് തന്നെ ഈ ഭൂമി മാഫിയകൾക്ക് ഭൂമി ലക്ഷക്കണക്കിന് രൂപക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം. വില കൂടുന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. ഭൂമിക്ക് വില കൂടുന്നു എന്നുള്ളത് വികസനമാണോ? ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ വികസനത്തെ ഇവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണം വേണം വികസനത്തിൽ. എക്സ്പ്രസ് വേയിൽ അത് ഇല്ലായിരുന്നു. അതേപോലെ തന്നെ കൊക്കക്കോള കമ്പനിയിൽ അത് ഇല്ലായിരുന്നു. കരിമുകൾ ഖനനവുമായി ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു. കരിമുകൾ ഫാക്ടറിയുടെ വിഷയത്തിൽ അതില്ലായിരുന്നു. മാവൂർ ഗോളിയർ റൺസിൽ അതില്ലായിരുന്നു. ഈ വന്ന കിനാലൂരിലും അതില്ലായിരുന്നു. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ചൈനയിൽ പോയത് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റോഡിനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ മരുഭൂമിയിലുള്ള റോഡിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എക്സ്പ്രസ് വേയെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയല്ല കേരളം. നമുക്ക് പറയാനുള്ളത് വികസനത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. വികസനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ വികസനമല്ല ഒരിക്കലും കർണാടകയിലെ വികസനം. കർണാടകയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾക്ക് ഹൈദരാബാദിലേക്ക് പോയാൽ ഒരു വീടും കാണൂല, ഒരു മനുഷ്യനും കാണൂല. നിങ്ങൾക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ യാത്ര
നമുക്കറിയാം. അവിടെ എത്ര എക്സ്പ്രസ് ഉണ്ടാക്കിക്കോട്ടെ, ആരാ എതിർക്കുക? കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താ? വലിയൊരു മല, പിന്നെ കുറച്ച് സമതലം, പിന്നെയും മല, ഇങ്ങനെ നിമ്നോന്നതമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഭൂമി, നിറയെ ജനങ്ങൾ, അങ്ങനെ തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ നിൽക്കുന്നു. കേരളത്തിൻ്റെ പ്രത്യേകമായ പാരിസ്ഥിതികമായ പ്രത്യേകത, അതിൻ്റെ അരുവികളും നദികളും തോടുകളും, ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിനുള്ളത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അവിടെ എങ്ങനെയാണ് വികസനം വേണ്ടത് എന്ന പഠനമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ദീർഘവീക്ഷണം വേണം. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ദീർഘവീക്ഷണം വേണം, മുൻകൂട്ടിയുള്ള പഠനം വേണം. കേരളത്തിൻ്റെ വികസനമാകുമ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥകളെ പഠിക്കണം, അവിടെയുള്ള ജനസാന്ദ്രത എന്ത് എന്ന് പഠിക്കണം. ഇങ്ങനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ കിനാലൂരിൽ ഇപ്പോൾ ഈ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന UDF-ലെ ഘടകകക്ഷികളോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കിനാലൂരുകൾ ആവർത്തിക്കാതിരിക്കാനുമെങ്കിലും നിങ്ങൾക്കിത് പാഠമാകണം എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത്. പിന്നെ യഥാർത്ഥത്തിൽ ഇവിടെ പല കാര്യങ്ങളും ഞാനിവിടെ ആളുകൾക്ക് മറുപടി പറയുന്നില്ല, പക്ഷേ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ എന്താ വികസനം? എല്ലാവരും പറഞ്ഞു വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞു. ട്രാക്ടർ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുതിയ മെതിയന്ത്രം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൃഷി പോയത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കൃഷിഭൂമി ഇല്ലാതായത്? നമ്മുടെ വികസനത്തിൻ്റെ ഒരു അടിത്തറയല്ലേ യഥാർത്ഥത്തിൽ കൃഷി? കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടിത്തറ പരിശോധിക്കണം. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാടിൻ്റെ അടിസ്ഥാന ഉൽപ്പാദന മേഖലയായിരിക്കണം. അത് കൃഷിയാണ്, വ്യവസായമല്ല. ഇന്ത്യയിൽ തന്നെ അങ്ങനെയാണ്, കൃഷിയാണ്, വ്യവസായമല്ല. എന്തുകൊണ്ട് കേരളത്തിലെ ഭക്ഷ്യക്കമ്മിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല?